അസ്സലാമലൈക്കും. അപ്പോൾ പായസം വയ്ക്കുകയാണെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കണേ. അതിനായിട്ട് 200 ഗ്രാം ശർക്കര ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. 1 മണിക്കൂർ കുതിർക്കാൻ വച്ചിരുന്ന ചവ്വരിയും കൂടെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് വെർമസെല്ലി ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അട ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച് ചവ്വരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനാണ് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര നമുക്കൊന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം അതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 6 ഏലക്ക ഞാനൊന്ന് ചതച്ചിട്ടാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏലക്ക പൊടിയിടുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. ഈ സമയത്ത് നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ലിറ്റർ പാല് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് ആ തിളച്ച പാലാണ് ഇതിനകത്ത് ഒഴിച്ചെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പാൽ ആദ്യമേ ഒഴിക്കാൻ നിൽക്കരുത്. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പാൽ ഒഴിക്കാവൂ. അവസാനമായിട്ട് നമുക്ക് നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പം ഇതൊരു സിമ്പിളാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.